പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കുകയാണ്. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വെള്ളിയാഴ്ച മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇടതുമുന്നണിയിലെ മുൻ ധാരണ പ്രകാരമാണ് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജിവെച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വകുപ്പുകൾ നിശ്ചയിക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചു. KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭാ പുനഃസംഘടന മന്ത്രിസഭാ രൂപീകരണ സമയത്തെ ധാരണയാണ്. നവംബർ അവസാനം നടക്കേണ്ട പുനഃസംഘടന നവകേരള സദസ്സു കാരണമാണ് നീട്ടിവെച്ചത്. മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിച്ചു. പുനഃസംഘടന 29 വൈകിട്ട് രാജ്ഭവനിൽ നടക്കും. പരമാവധി കക്ഷികളെ പരിഗണിക്കുക എന്നതാണ് മുന്നണി തീരുമാനമെന്നും വകുപ്പുകൾ മുഖ്യമന്ത്രി നിശ്ചയിക്കുമെന്നും LDF കൺവീനർ EP ജയരാജൻ. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രണ്ട് കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. അവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതല്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ്. അവർ സത്യപ്രതിജ്ഞ ചെയ്താലേ മന്ത്രിയാവും, എന്നാലേ അവർക്ക് വകുപ്പ് കൊടുക്കാൻ പറ്റൂ. വകുപ്പ് കൊടുത്തിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യിക്കാറില്ല. ആന്റണി രാജു ഒഴിയുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിൽ ഒഴിയുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിച്ചേക്കും. ഇരുവരും ഇതേ വകുപ്പുകൾ നേരത്തെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ വിഷയം അന്വേഷിച്ച CBI റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടന്നു എന്ന് പറഞ്ഞു. ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കും. 24 തിരുവനന്തപുരം. ഗതാഗത വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ KSRTCയിൽ തൊഴിലാളി യൂണിയനുകളുടെ ഭരണമുണ്ടാകില്ലെന്ന് നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ 24നോട്. ഇടതുമുന്നണിയോട് ചേർന്ന് പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമാണ് മന്ത്രിസ്ഥാനമെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനും പ്രതികരിച്ചു. 2001 മുതൽ പത്തനാപുരം MLA, 2001 മുതൽ 2003 വരെ ഗതാഗത മന്ത്രി, 2011 മുതൽ 2 വർഷം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം മന്ത്രി. മുൻ പരിചയം കൂടി പരിഗണിച്ച ഇക്കുറിയും ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് തന്നെ ലഭിച്ചേക്കും. വകുപ്പ് ഗതാഗതമെങ്കിൽ തൊഴിലാളി യൂണിയനുകൾ KSRTCയെ ഭരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുമെന്ന് ഗണേഷ് കുമാർ. സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കും. സാമ്പത്തിക അച്ചടക്കം ഉണ്ടായി കഴിയുമ്പോൾ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ അയവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളികൾ ജോലി ചെയ്യും, അവരുടെ വെൽഫെയർ ഞാൻ നോക്കും. ഭരണം MDയും മന്ത്രിയൊക്കെ നടത്തും. തൊഴിലാളികളുടെ നേതാക്കൾ തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കും. ആ വിഷയങ്ങളിൽ സ്നേഹത്തോടെയുള്ള സമീപനം ഉണ്ടാവും. പക്ഷേ ഭരിക്കുന്നത് തൊഴിലാളി യൂണിയൻ ആയിരിക്കില്ല. VS മന്ത്രിസഭയിൽ ദേവസ്വവും ഒന്നാം പിണറായി സർക്കാരിൽ തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ. മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന വകുപ്പുകൾ ഏതായാലും സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് കടന്നപ്പള്ളി. അത് ഏത് വകുപ്പുകളായിരുന്നാലും ആ വകുപ്പിനോടും ഗവൺമെൻറ്റിനോടും പൂർണ്ണ മനസ്സോടുകൂടി നീതി പുലർത്തുക, സത്യസന്ധതയും വിശ്വാസ്യതയും പുലർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുവായ സമീപനം, കാഴ്ചപ്പാട്. മന്ത്രിസഭയിലെ ഏറ്റവും പ്രായമുള്ള അംഗമെന്ന റെക്കോർഡും മന്ത്രിയാകുന്നതോടെ 79കാരനായ കടന്നപ്പള്ളിക്ക് സ്വന്തമാകും. 24 തിരുവനന്തപുരം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഷഫീദ്, ഉൾക്കിരീടമായ KSRTC ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പ് ഏറ്റെടുക്കാൻ താല്പര്യമില്ല KB ഗണേഷ് കുമാറിനും കേരള കോൺഗ്രസ് Bക്കും എന്ന് നേരത്തെ ചില സൂചനകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ അല്ലെങ്കിൽ മുന്നണിയിൽ അത്ര അഭിപ്രായ പ്രകടനം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും KSRTCയിൽ നന്നാക്കും, തൊഴിലാളികളുടെ ഭരണം ഒഴിവാക്കും എന്നൊക്കെയുള്ള പ്രതികരണം അത് ഏതാണ്ട് ഗതാഗത വകുപ്പ് ഗണേഷ് കുമാർ ഉറപ്പിക്കുന്നു എന്ന സൂചനയല്ലേ? അതിനപ്പുറത്തേക്ക് സോളാർ ഗൂഢാലോചന കേസിലെ CBI പരാമർശങ്ങളിൽ ഒരു അയോഗ്യതയില്ലെന്ന് LDF നേരത്തെ വ്യക്തമാക്കിയതാണ്. ബഹിഷ്കരണത്തിനപ്പുറത്തേക്ക്, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ബഹിഷ്കരണത്തിനപ്പുറത്തേക്ക് തുടർ പ്രതിഷേധങ്ങൾ UDFന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമോ KB ഗണേഷ് കുമാറിന് നേരെ? ഗൂഗിൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് KB ഗണേഷ് കുമാറിനെതിരെയുള്ള നിലപാട് അവർ കടുപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച KB ഗണേഷ് കുമാറിനോട് ഒരു തരത്തിലും സന്ധിയില്ല, യോജിക്കില്ല, അദ്ദേഹത്തോട് ഐക്യപ്പെടേണ്ട കാര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ 29 വൈകിട്ട് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, KB ഗണേഷ് കുമാർ UDFൽ ഉണ്ടായിരുന്ന സമയത്തടക്കം ഉണ്ടാക്കിയ ചില പ്രതിസന്ധി, അതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം തന്നെ മറുവശത്ത് KB ഗണേഷ് കുമാർ LDFന് നൽകിയിരിക്കുന്ന സഹായം, അതടക്കമുള്ള കാര്യങ്ങളും രാഷ്ട്രീയ വിമർശനമായി
കോൺഗ്രസ് ഉയർത്തുന്നു. അതടക്കം നമ്മൾ പല വേദികളിൽ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഏതായാലും കെ വി ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ 29-ന് സത്യപ്രതിജ്ഞ ചെയ്ത ഗതാഗത വകുപ്പിന് ചുമതല ഏൽക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വകുപ്പ് ഏതാണെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയാത്ത കാര്യം. പക്ഷേ LDF-ൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിന് മുൻപരിചയം അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഗതാഗത വകുപ്പ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തലവേദനയാകാൻ പോവുക KSRTC ആയിരിക്കും. KSRTC-യിലെ നിലവിലുള്ള പ്രതിസന്ധിയായിരിക്കും. ഇതിനോടകം തന്നെ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് വകുപ്പ് തീരുമാനിച്ചിട്ടില്ല, പക്ഷേ ഗതാഗത വകുപ്പാണ് കിട്ടുന്നതെങ്കിൽ KSRTC-ക്ക് വലിയ പ്രാധാന്യം നൽകും. അതിൽ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, വടിയെടുക്കണമെങ്കിൽ വടിയെടുക്കും, സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കും, അതിന് സാമ്പത്തിക ചോർച്ച തടയും, മാനേജ്മെന്റ് ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നടപ്പിലാക്കും, തൊഴിലാളികൾ പണിയെടുക്കും, യൂണിയനുകൾ KSRTC-യെ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള നിലപാട് അദ്ദേഹം ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 29-ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ വകുപ്പ് ഏത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി നിശ്ചയിച്ചു കഴിഞ്ഞാൽ തൻ്റെ കയ്യിൽ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. അത് അന്നേരം വ്യക്തമാക്കാം. അത് ഒരിക്കലും ഒരാൾക്കും കേരളത്തിൻ്റെ ഒരു മുക്കിലും മൂലയിലും ബസ് കാത്തു നിൽക്കുന്ന KSRTC ബസ് കാത്തു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല. മാത്രമല്ല KSRTC-യിലെ ആധുനികവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുമെന്നും കെ വി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോകുൽ. ശരി ഷഫീദ്, ഏതായാലും വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ ഇനി ഇരിക്കുന്നതുള്ള മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ് ആ തീരുമാനം. പക്ഷേ കെ വി ഗണേഷ് കുമാറിലൂടെ KSRTC ഗതി പിടിക്കുമോ, നേരെയാകുമോ എന്നതാണ് ആകാംക്ഷ. അതായിരിക്കുമോ ആ വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നതും ആകാംക്ഷയായി നിലനിൽക്കുന്നു. ഏതായാലും അത്തരത്തിലുള്ള സൂചനകളാണ്, പ്രതികരണങ്ങളാണ് കെ വി ഗണേഷ് കുമാറിൻ്റെ കൂടി ഭാഗത്തു നിന്ന് വരുന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതിയെ കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തത് ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാനൊരുങ്ങി ഭാരവാഹികൾ. സംഘടനയുടെ നടത്തിപ്പിനായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാൻ കേന്ദ്രം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനോട് ആവശ്യപ്പെട്ടു. പുതിയ ഭരണസമിതിയുമായി തനിക്ക് ബന്ധമില്ലെന്ന് മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് പ്രതികരിച്ചു. ലൈംഗിക അതിക്രമ പരാതി നേരിടുന്ന ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിന്റെ പാനൽ ദേശീയ ഗുസ്തി ഫെഡറേഷൻ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഗുസ്തി താരങ്ങൾ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര കായിക മന്ത്രാലയം പുതിയ സമിതിയെ സസ്പെൻഡ് ചെയ്തത്. പഴയ ഭാരവാഹികളുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് സമിതി പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി. ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ തീരുമാനം. അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട സഞ്ജയ് കുമാർ സിംഗ് തന്റെ അടുത്ത അനുയായിയാണെന്ന വാർത്ത ബ്രിജ്ഭൂഷൺ നിഷേധിച്ചു. संजय सिंह भुइयार हैं और मैं राजपूत हूँ, छत्री हूँ, तो संबंध हो सकता है, दोस्ती हो सकती है, कुश्ती से जुड़े हैं वो 15 साल से, तो कुश्ती में कौन ऐसा है जिससे मेरी जान पहचान नहीं होगी. കായിക മന്ത്രാലയത്തിന്റെ നടപടിയെക്കുറിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് ഗുസ്തി താരം സാക്ഷി മാലിക്. अभी मुझे पूरी जानकारी भी नहीं है, क्या सिर्फ संजय सिंह निलंबित हुए हैं या पूरी फेडरेशन ही रद्द कर दी. हाँ, तो वो भी मेरे पास ना पुख्ता सबूत नहीं है, सिर्फ आप लोग बस दिखा रहे हो, लेकिन कुछ रिटर्न में अभी आया नहीं है. और जो भी होगा वो मैं आगे आप सबके साथ जरूर बात करूंगी. സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെ ഗുസ്തി ഫെഡറേഷന്റെ താൽക്കാലിക നടത്തിപ്പിനായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് കായിക മന്ത്രാലയം നിർദ്ദേശം നൽകി. 24 ഡൽഹി. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, സാക്ഷി മാലിക് അഴിച്ചുവെച്ച കണ്ണീര് വീണ ബൂട്ട് അത് കായിക ഭാരതത്തിന്റെ നെഞ്ചിൽ തന്നെയുണ്ട്. അത് അവർ എടുത്തു മാറ്റുന്നില്ല, പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടുമില്ല. ഇനി എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് കായിക മന്ത്രാലയത്തിന്റെ നീക്കം? ഒരു പുനഃസംഘടന സാധ്യമാണോ ഈ റെസ്ലിംഗ് ഫെഡറേഷന്റെ കാര്യത്തിൽ? അതല്ല, ഈ തെരഞ്ഞെടുക്കപ്പെട്ട നിലവിലെ ഈ സമിതി അവർ ഒരു താരങ്ങളോട് വെല്ലുവിളിയോടുകൂടി ഒരു നിയമ പോരാട്ടം തുടരുമെന്നാണോ? ഗോകുൽ, തീർച്ചയായിട്ടും രണ്ട് സാധ്യതകളാണ് ഇപ്പം പൊതുവെ ഉയരുന്നത്. ഒന്ന്, ഈ കായിക മന്ത്രാലയത്തിന്റെ നടപടിക്കെതിരെ പുതിയ ഭരണസമിതി ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്നുള്ള സൂചനകളാണ്. രണ്ടാമതായി, താരങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം അല്പം മുൻപ് ബജ്രംഗ് പുനിയ നടത്തിയ പ്രതികരണം അപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ പത്മശ്രീ തിരികെ വാങ്ങുന്ന കാര്യത്തിൽ നിലവിൽ അങ്ങനെ ഒരു തീരുമാനമില്ല. കാരണം നീതി നടപ്പിലായതിനു ശേഷം മാത്രമേ അത്തരമൊരു ചിന്തയിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പോരാട്ടം തുടരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഗുസ്തി താരങ്ങൾ നൽകുന്നത്. സാക്ഷി മാലിക്കും അതുതന്നെയാണ് പ്രതികരിച്ചത്. ഉച്ചയ്ക്ക് പറഞ്ഞത്, പൊതുവെ രാജ്യത്തെ സഹോദരികൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്നുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ കായിക മന്ത്രാലയം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നിലവിലെ ഫെഡറേഷന്റെ താൽക്കാലിക നടത്തിപ്പ് അഡ്ഹോക് കമ്മിറ്റി നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം അത് കേന്ദ്ര കായിക മന്ത്രാലയം നൽകിയിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഭരണസമിതി ഒരു നിയമ നടപടിയിലേക്കായിരിക്കും കടക്കുക. ഗൂഗിൾ.
ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും താരങ്ങളുടെ പ്രതിഷേധത്തിനെ മുഖവിലേക്കെടുത്തു കേന്ദ്രം, കായിക മന്ത്രാലയം. പക്ഷേ അതൊരു ശാശ്വതമായ പരിഹാരമോ അവർക്ക് കൂടി സ്വീകാര്യമായ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കോ എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതല്ല നീണ്ടൊരു നിയമ പോരാട്ടത്തിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സമിതി കടക്കുമോ എന്നതും കാത്തിരുന്നു തന്നെ അറിയണം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കൊലയാളി മനസ്സുള്ള സൈക്കോപാത്താണ് മുഖ്യമന്ത്രി. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ആക്ടിംഗ് DGP എന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് KPCC അധ്യക്ഷന്റെ അതിരൂക്ഷ വിമർശനം. KPCC മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നാരോപിച്ചായിരുന്നു സുധാകരൻ ആഞ്ഞടിച്ചത്. മുഖ്യമന്ത്രിക്ക് കൊലയാളി മനസ്സെന്ന ഉദാഹരണങ്ങൾ എണ്ണി കെ സുധാകരൻ. സ്വന്തം കൊലക്കത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥന ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു സൈക്കോപാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാവും. ശ്രീ പിണറായി വിജയന് സൈക്കോപാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു സൈക്കോപാത്താണെന്ന് പറഞ്ഞാൽ അതൊരു അധികപ്പറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് മേധാവി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും സുധാകരൻ. സംസ്ഥാനത്തെ ആക്ടിംഗ് DGP പി ശശിയാണ്. ഇവിടെ രണ്ട് DGP ആണ്. ഒന്ന് ശശിയാണ് ആക്ടിംഗ് DGP, പി ശശിയാണ് ആക്ടിംഗ് DGP. എന്താ PSSCന്റെ പാരമ്പര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും MP-മാരും MLA-മാരും വേദിയിലിരിക്കെ മുന്നറിയിപ്പില്ലാതെ പോലീസ് ഗ്രനേഡും ടീർ ഗ്യാസും പ്രയോഗിച്ചത് കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. ആരാണ് ഉത്തരവ് കൊടുത്തത്? ഏത് സമയത്താണ് മുന്നറിയിപ്പില്ലാതെ ഗ്രനേഡ് പൊട്ടിക്കുന്നത്? മുന്നറിയിപ്പ് നൽകിയിട്ട് വേണം ഗ്രനേഡ് പൊട്ടിക്കാൻ. ഞാൻ പ്രസംഗിച്ച് തുടങ്ങുമ്പോഴാണ് എൻ്റെ നേരെ തലയ്ക്ക് മീതെ വന്ന് ഗ്രാനേഡ് പൊട്ടുന്നത്. മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്, കലി തീർക്കുകയാണ്. വിഷയം ചൂണ്ടിക്കാട്ടി AP അനിൽകുമാർ MLA നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകി. ചട്ടം 154 പ്രകാരം മുഖ്യമന്ത്രിക്കും DGPക്കുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. നേതാക്കൾക്കെതിരെ കേസെടുത്ത നടപടിയും പ്രതിപക്ഷം ആയുധമാക്കും. 24 തിരുവനന്തപുരം. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, നവകേരള സദസ്സ് അതിന്റെ യാത്ര പൂർത്തിയാക്കുന്നു. അതോടുകൂടി പ്രത്യക്ഷ പ്രതിഷേധങ്ങളൊക്കെ അവസാനിക്കുന്നുണ്ടെങ്കിലും നേതാക്കളുടെ വാക്പോര് അതിന്റെ മൂർച്ചയേറുകയാണല്ലോ. ഗോകുൽ, തീർച്ചയായും നവകേരള സദസ്സ് അവസാനിക്കുമ്പോഴും കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള തർക്കം അവസാനിക്കുന്നില്ല. ആ തർക്ക കേന്ദ്രം നവകേരള സദസ്സ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ DGP ഓഫീസ് മാർച്ചിൽ നേതാക്കളെ ഉൾപ്പെടെ വലിയ തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചട്ടവിരുദ്ധമായ കാര്യമാണ് പോലീസിനെ ഉപയോഗിച്ച് ചെയ്തതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നിയമസഭാ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പം കെ സുധാകരൻ ലോക്സഭയിലും ഈ വിഷയം ഉന്നയിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ ദിവസങ്ങളിലും വിവാദങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നത് ഉറപ്പാണ്. കാരണം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സൈക്കോപാത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരു കൊലയാളിയാണ്. അത്തരത്തിൽ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളായിരുന്നു കെ സുധാകരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുഖ്യമന്ത്രിക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണെന്നും സുധാകരൻ പറഞ്ഞു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സ് അവസാനിക്കുമ്പോഴും പോലീസ് മർദ്ദനത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച 27-ാം തീയതി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പോലീസ് അതിക്രമത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് പറയുന്നു. അത്തരത്തിൽ കൃത്യമായി ഈ വിഷയം രാഷ്ട്രീയപരമായും നിയമപരമായും കൂടുതൽ ചർച്ചയാക്കി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. വരും ദിവസങ്ങളിൽ അടുത്ത മാസം നിയമസഭാ സമ്മേളനമുണ്ട്. ബജറ്റ് സമ്മേളനമായിരിക്കും ഏറെക്കുറെ. ഈ ഒരു ഘട്ടത്തിൽ പോലും സഭയിലും ഇതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൂടുതൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക, ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നു. പോലീസിനെ സംബന്ധിച്ച് പ്രതിപക്ഷം വലിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഒരു പാവയാണ് എന്നോട് അടക്കമുള്ള ആരോപണങ്ങൾ കെ സുധാകരൻ ഉയർത്തിക്കഴിഞ്ഞു. എന്തായാലും പോലീസ് അതിക്രമത്തിലും ഒപ്പം നേതാക്കൾക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അതിക്രമത്തിലും എല്ലാം സർക്കാരിനെ എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് KPCC തീരുമാനം. എന്തായാലും വരും ദിവസങ്ങളിലെല്ലാം ചേരുന്ന UDF യോഗവും ഇക്കാര്യത്തിൽ കൂടുതൽ സമരങ്ങളും മറ്റും നടത്തുന്ന കാര്യവും ചർച്ച ചെയ്യും. ഗോകുൽ. ശരി ജയശങ്കർ, ഏതായാലും നവകേരള സദസ്സ് പൂർത്തിയാവുമ്പോഴും വേദി വിടുന്നില്ല തർക്കങ്ങളും വാക്പോരും. അതങ്ങനെ കൂടുതൽ രൂക്ഷമായും ശക്തമായും തുടരുകയാണ്. അതിനപ്പുറത്തേക്ക് പ്രത്യക്ഷ പ്രതിഷേധമായി ഏകപക്ഷീയമായ പോലീസ് നടപടിക്കെതിരായ ചർച്ച നിലനിർത്താൻ തന്നെയാണ് UDF-ന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തീരുമാനം. അതനുസരിച്ചാണ് അവരുടെ പ്രതിഷേധങ്ങളുടെ പദ്ധതി.
ഷൂവെയർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ വ്യാപക പ്രതിഷേധം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കേന്ദ്രത്തിലേതുപോലെ കേരളത്തിലും പ്രതിപക്ഷ സ്വരത്തെ ഭയപ്പെടുന്നവരുണ്ടോ എന്ന് സംശയിക്കുകയാണെന്നും സാദിഖ് അലി തങ്ങൾ. ഇവിടെ ഇപ്പോൾ കേസെടുക്കുക എന്ന് പറയുമ്പോൾ അത് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇന്ത്യയിലെ പത്ര സ്വാതന്ത്ര്യത്തോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രതിപക്ഷ സ്വരത്തെ മാനിക്കണം എന്നുള്ളതാണ്. ഈ പ്രതിപക്ഷ സ്വരത്തെ ഭയപ്പെടുന്നവരാണ്. അത് ചിലപ്പോൾ മോദി അങ്ങനെ തന്നെ ആയിരിക്കും, കേന്ദ്രത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സംസ്ഥാനത്തും പ്രതിപക്ഷ സ്വരത്തെ ഭയപ്പെടുന്നവരുണ്ടോ എന്നാണ് നമ്മൾ ഇപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. മോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ എന്ന് KC വേണുഗോപാലും വിമർശനം ഉന്നയിച്ചു. അതേസമയം പോലീസ് നടപടിയെ ന്യായീകരിച്ച് EP ജയരാജൻ രംഗത്തെത്തി. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, വിനീത വിജിക്കെതിരായ വിചിത്രമായ പോലീസ് നടപടി, അതിൽ പ്രതിഷേധം ആ ദിവസം മുതൽ ഇങ്ങോട്ട് രാഷ്ട്രീയ കാലത്തിന്റെ ഒരു ഒത്തൊരുമിച്ച് നിന്നുള്ള പ്രതിഷേധം കാണുന്നതാണ്. പക്ഷേ ഒരു ഭാഗത്ത് CPM നേതാക്കളും അവരുടെ സൈബർ സ്പേസിലുള്ള ആളുകളുമൊക്കെ ഇനി ന്യായീകരിക്കുന്നു. വിനീതയ്ക്കെതിരെ ഉൾപ്പെടെ വലിയ സൈബർ ആക്രമണം നടക്കുകയും ചെയ്യുന്നുണ്ട്, മറ്റു മാധ്യമപ്രവർത്തകർക്കെതിരെ പോലും. 24-ലെ എന്താണ് ഇന്നത്തെ പ്രതികരണങ്ങളെ നോക്കിക്കാണാനാവുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തെങ്കിലും ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഗൂഗിൾ പൊതുസമൂഹവും ഒപ്പം പ്രതിപക്ഷവും എല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ഈ സംഭവത്തെ എതിർക്കുമ്പോൾ, പോലീസ് നടപടിയെ എതിർക്കുമ്പോൾ, മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തിന് പിന്നാലെ ഇപ്പോൾ EP ജയരാജൻ കൂടി അതേ പാത പിന്തുടർന്നുകൊണ്ട് ഈ പോലീസ് നടപടിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. CPM-ന്റെ സകല നേതാക്കളും അതേ മാർഗം തന്നെയാണ് പിന്തുടരുന്നത്. പക്ഷേ പൊതുസമൂഹത്തിലും പ്രതിപക്ഷവുമൊക്കെ ഉയർത്തുന്ന എതിർപ്പ് അവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം കൂടി വരുമ്പോൾ അത് എത്രത്തോളം പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലേക്ക് ഇതിൻ്റെ പ്രതിഷേധം എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് വരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അത്തരത്തിലുള്ള ആലോചനകൾ കൂടി നടക്കുന്നുണ്ട്. എന്തായാലും KUWJ ഈ സംഭവത്തിൽ പ്രതിഷേധം സർക്കാരിന് നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും EP ജയരാജൻ ഇന്ന് പറഞ്ഞത് അത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ്. അതായത് പോലീസിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് LDF കൺവീനർ കൂടി രംഗത്തെത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം ഏഷ്യാനെറ്റിലെ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത കാര്യം ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് LDF-ന്റെ കൺവീനറായിരിക്കുന്ന EP ജയരാജൻ പറയുന്നത്. സമീപകാല സംഭവങ്ങളെയൊക്കെ തന്നെ മറന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നേതാക്കൾ പോകുന്നത് എന്നുള്ളതും ദൗർഭാഗ്യകരമാണ്. എന്തായാലും കേസ് മുന്നോട്ട് പോവുകയാണ്. കോടതി അവധി ദിവസങ്ങളാണ്, അതിനുശേഷമായിരിക്കും കോടതിയിലേക്ക് കേസെത്തുക. അപ്പോൾ എന്തായാലും ഈ ഗൂഢാലോചന ശ്രമമൊക്കെ എത്രത്തോളം നിലനിൽക്കുമെന്നുള്ള കാര്യം കൂടി കണ്ടറിയേണ്ടതാണ്. സർക്കാരിന്റെയും ഒപ്പം CPM നേതാക്കളും ഒക്കെ ഇപ്പോൾ പോലീസിന്റെ വാദങ്ങൾ, CPM നേതാക്കളുടെ ന്യായീകരണം, ഇതൊക്കെ കോടതിയിൽ എങ്ങനെ നിലനിൽക്കുമെന്നതാണ് കാത്തിരുന്ന് കാണുന്നത്. പക്ഷേ ഒരു അസ്വാഭാവികതയും ഇല്ല ഈ നടപടികളിൽ എന്നാണ് ഇത്രയേറെ പ്രതിഷേധവും അപലപിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും വരുമ്പോഴും CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും CPM അനുഭാവികളുടെ ഭാഗത്തു നിന്നും സൈബർ ഇടങ്ങളിൽ പോലും ഉയരുന്നത് ഇപ്പോഴും. ഇനി കൊച്ചിയിലെ തീപാറൻ കളിയാവേശത്തിലേക്കാണ്. ആദ്യ മത്സരത്തിലെ കണക്കു തീർക്കാൻ മുംബൈ സിറ്റി FC-ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സ്വന്തം മണ്ണിൽ ബൂട്ട് കെട്ടുന്നു. പരിക്കേറ്റ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനില്ലെന്നത് ആശങ്കയാണ്. കോച്ച് ഇവാൻ വുക്കുമനോവിച്ച് ഡഗ് ഔട്ടിൽ തിരിച്ചെത്തുമെന്നതാണ് ആശ്വാസം. ബ്ലാസ്റ്റേഴ്സിന്റെ ജയത്തോടെ കൊച്ചിയുടെ ക്രിസ്മസ് രാവ് കൂടുതൽ വർണ്ണാഭമാകുമെന്ന പ്രതീക്ഷയിലാണ് മഞ്ഞപ്പട. രാത്രി 8 മണി മുതലാണ് മത്സരം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കലൂരിൽ നിന്ന്. വിഷ്ണു, മഞ്ഞപ്പടയ്ക്കൊരു ജയം, അത് ആരാധകർക്ക് ഒരു ക്രിസ്മസ് ആഘോഷം സമ്മാനിക്കാൻ പോകുന്നതാവണം. ലൂണ ഇല്ലെങ്കിലും ആശാന്റെ സാന്നിധ്യം അതൊരു അപാരമായ ആത്മവിശ്വാസമാണ്. ജയം ഉറപ്പിക്കുന്നുണ്ടോ ആരാധകർ? ഗൂഗിൾ ആരാധകർ ജയം ഉറപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെറുമൊരു ജയമല്ല, മുംബൈ FC-ക്കെതിരെ ഒരു ജയം. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്നമാണ്. കഴിഞ്ഞ തവണ മുംബൈയുടെ ഹോം മാച്ചിൽ അവിടെ 1-0 തോൽക്കുകയും അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രകോപനം മുംബൈ പ്രധാനങ്ങളുടെ ഭാഗത്തുണ്ടായി. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പറഞ്ഞിരുന്നു കൊച്ചിയിൽ കാണാമെന്ന്. ഇന്ന് കൊച്ചിയിൽ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് ആരാധകരിൽ നിന്ന് ലഭിക്കുന്ന മറുപടികളും അവരുടെ ഒരു പ്രതീക്ഷയും എല്ലാം. വലിയ രീതിയിലൊരു തിരക്ക് ഈ മത്സരം കാണാൻ ആളുകൾ എത്തുന്നുണ്ട്. 36,000-ലധികം പേർ. ഒരു പക്ഷേ ഈ സമീപകാലത്ത് നടന്ന ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായ ഒരു മത്സരം ഇതായിരിക്കും. ഇന്നത്തെ എന്തായിരിക്കും ഇന്നത്തെ ഒരു പ്രതീക്ഷ? ഇന്ന് കേരളം 3-0 4-0. കഴിഞ്ഞ തവണ നമ്മൾ തോറ്റാണ്. ഓക്കെ, ബട്ട് ബെറ്റർ ഈ മാച്ചിൽ എന്തായാലും നമ്മൾ ജയിക്കും. ലൂണ ഇല്ലാത്ത ഒരു പ്രശ്നം കൂടെ കളിക്കാരുണ്ട്, കൂടെ ഞങ്ങളുണ്ട്. ലൂണ ഇല്ലാത്തത് ഒരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷെ ആരാധകർ പറയുന്നത് അങ്ങനെയല്ല. എന്താണ്, ഇന്ന് ജയിക്കും? ജയിക്കും, പിന്നെന്താ, ഞങ്ങൾ ജയിക്കും. 2-1 ജയിക്കും. 2-1 ഞാൻ പറയുന്നത് ജയിക്കും. ഓക്കെ,
2-1 ജയിക്കും, കേരളം ജയിക്കും എന്നുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ട്. അതായത് മുംബൈക്കെതിരെ ഒരു വിജയം അത് അനിവാര്യമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രമേൽ സങ്കടമായിരുന്നു കഴിഞ്ഞ തവണത്തെ ഹോം ടൗൺ അല്ലെങ്കിൽ അവരുടെ ഹോം മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഉണ്ടായത്. പ്രത്യേകിച്ച് പ്രവീർ ദാസിനെ പോലുള്ള താരങ്ങൾ ഡിഫൻഡേഴ്സിനെ അതിമോശമായ രീതിയിൽ മുംബൈ താരങ്ങൾ അധിക്ഷേപിച്ചു. അതിന്റെ ഒരു കണക്ക് കൂടി തീർക്കാനുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇന്ന് കൊച്ചിയിൽ. അതുകൊണ്ട് മത്സരം തീവാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 36,000-ലധികം വരുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മഞ്ഞക്കടൽ ഇരമ്പം ഉറപ്പായും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉണ്ടാകും. ആ പ്രതീക്ഷ കാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനാകും. ശരി വിഷ്ണു സുരേഷ്, ഏതായാലും ആരാധകരുടെ ആത്മവിശ്വാസം അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു ആഗ്രഹം കൂടിയാണ് ഈ ജയം. മുംബൈയിൽ അപമാനിച്ചതിന് മുംബൈക്കാരോട് ജാവോ എന്ന് പറയാൻ കാത്തിരിക്കുകയാണ് മഞ്ഞപ്പട. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഏതായാലും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കരൂരിലേക്ക് ഇരച്ചെത്തുന്ന കായിക പ്രേമികൾ. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്.